ഗുഡ് മോർണിംഗ്. ഞാനിന്നിപ്പം വാൽപ്പാറയിലാണ് കേട്ടോ ഇന്നത്തെ പ്രഭാതം. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബാക്ക് ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 6 മണി ആയി. അപ്പോൾ ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. മാർക്കറ്റൊക്കെ സ്റ്റാർട്ടായി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് തൊട്ടടുത്തുള്ള ഒരു കടയിലെ സാധനങ്ങൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ക്രിസ്ത്യൻ ചർച്ചുണ്ട്. അവിടെ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി വരല്ലേ, അപ്പോൾ പുൽക്കൂടിൻ്റെയൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ മാർക്കറ്റ്, ന്യൂ മാർക്കറ്റ്. അപ്പോൾ ഒരു വണ്ടി പോകുന്നുണ്ടപ്പോൾ ഞാൻ അന്ന് കയറിയതാണ്. അപ്പോൾ ഇവിടെ ഇതാ ഒരു പൂജ, അമ്പലത്തിലേക്കുള്ള പൂജാ സാധനങ്ങളുടെ ഒക്കെ ഒരു കട തുറന്നിട്ടുണ്ട്. പിന്നെ അതിനടുത്ത് തന്നെ ഉള്ളതൊരു ചെറിയൊരു ബേക്കറി ഹോൾസെയിൽ കടയാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ മാർക്കറ്റ് കേട്ടോ, ന്യൂ മാർക്കറ്റ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അതിൻ്റെ പിന്നെ കുറച്ചിങ്ങനെ നടന്നു പോയപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി താഴോട്ട് നടന്ന സമയത്തൊക്കെ താഴേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഈ ഡാമിൽ നിന്ന് പിടിച്ച മീനുകളാണ് ഇവിടുത്തെ കാര്യമായിട്ടുള്ള മീനുകൾ. നമ്മളെ നാട്ടിൽ കട്ട്ല, രോഹോ, തിലാപ്പിയ, നട്ടർ എന്നൊക്കെ പറയും. ഇവിടെ അതിൻ്റെ പേരെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കടൽ മീനുകൾ കണ്ട്. പിന്നെ അത് എവിടേക്ക് തിരിഞ്ഞാലും നമ്മളെ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി തന്നെ കാണാനുള്ളത് കേട്ടോ. ഇതിപ്പോൾ രാവിലെ ഒരു 6:30 മണിക്കുള്ള വ്യൂ ആണേ. അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇതാ അവിടെ തേയിലത്തോട്ടത്തിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. അപ്പോൾ അതൊന്ന് പകർത്തി. പിന്നെ ഒന്ന് കുറച്ചും കൂടി മുന്നോട്ട് നടന്ന സമയത്ത് അവിടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു അമ്പലം, ഒരു ഗണപതിയുടെ വിഗ്രഹമൊക്കെ പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നോക്കിയാലും ഇവിടെ തേയിലത്തോട്ടങ്ങളുടെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അമ്പലവും ചെറിയ ചെറിയ പള്ളികളൊക്കെ ഈ തോട്ടങ്ങളുടെ നടുവിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും രാവിലത്തെ ഒരു മോർണിംഗ് വൈബാണിത് കേട്ടോ. വെള്ളം, പക്ഷേ ഇവിടെയൊക്കെ വെള്ളം അഴുക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതാണിപ്പം വാൽപ്പാറ ടൗൺ. ഇപ്പോൾ രാവിലെ ആളുകളൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് വാൽപ്പാറയിലത്തെ ബസ് സ്റ്റാൻഡും പരിസരവും. അതായത് നമ്മളിതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. ഒരു ചെറിയൊരു അങ്ങാടിയാണ്. ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 4 ബസ് 4 ബസ് നിൽക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ മൊത്തത്തിൽ എല്ലാ ടൗണൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. ഇതാണ് വാൽപ്പാറ മെയിൻ റോഡ്, ഇതാണ് ബസ് സ്റ്റാൻഡ്. ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ഹോളിഡേ ബ്രേക്ക് കേട്ടോ. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഒക്കെ ഈ പറഞ്ഞ താഴേക്കുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ താഴേക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നാൽ ഇതാണ് കാണുന്നത്. ഇതിലൊരു തോന്നുന്നു 10-20 റൂമുകളുണ്ടെന്നാണ് തോന്നുന്നത്. അത് വണ്ടി പാർക്കിങ്ങിനുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേമാതിരി ഒരു രാത്രി ഒരു 5-10 വണ്ടീൻ്റെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. നമ്മളെ വണ്ടിയാണ് ആ ബാക്കിൽ കിടക്കുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ ആ രാവിലെയുള്ള ദൃശ്യങ്ങൾ പകർത്തിയത് കേട്ടോ. ഈ നേരെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിറകെ വരും.